ഇത് എവിടെ ലൊക്കേഷൻ എവിടെ പറയുന്നത്? 950 സ്പാം ചെയ്തോളണേ മറ്റേ ഇത് വണ്ടി ഓടിക്കുമ്പോ എനിക്ക് പിങ് പയ്യെ കളിച്ചത് ഒരു നിർത്തി 950 പറഞ്ഞു കഴിഞ്ഞാ 950 അല്ലേ? 950 ബാക്കിലല്ലായിരുന്നോ? വരട്ടെ, നമ്മൾ അവിടെ പോയി നിക്കണുണ്ടല്ലോ, വേണ്ടല്ലോ. അങ്ങോട്ട് തന്നെ തിരിച്ചോ നമ്മളെ വീണ്ടും ആ മല കയറാം. ജിതാർ താങ്ക് യു ഫോർ 100 rupees. ഇപ്പൊ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. തൊട്ടിക്കാർക്ക് സെറ്റ് ആവാത്തതുകൊണ്ട് ഷെമിനെ കൺട്രോൾ ചെയ്യാൻ ഷെയ്ക്കിന് പറ്റും. ഷെമീർ ആർപ്പി പഠിപ്പിച്ചു വരുന്നേ ഉള്ളൂ. കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൻ ലീഡർ ആകുമ്പോ മുമ്പത്തെ പോലെയല്ല, നമുക്ക് ആ റെസ്പെക്ട് കൊടുത്തുകൊണ്ടുള്ള പരിപാടിയെ പറ്റുള്ളൂ. ഓരോ സംഭവം വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ വേണ്ടാന്നായിരിക്കും. അത് മനസ്സിലാക്കാൻ വേറെ ആർക്കും ബുദ്ധിയില്ലെങ്കിലും ഞാനത് റെക്കഗ്നൈസ് ചെയ്തിട്ട് ഞാനത് കളിക്കുള്ളൂ. എനിക്ക് ഓൻ്റെ അടുത്ത് പഴയ പോലെ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് എനിക്ക് പറയാനൊന്നും പറ്റൂല. മുമ്പ് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് ഇങ്ങോട്ട് പോകാന്ന് പറയാം. അപ്പൊ അത് പറയാൻ പറ്റൂല. നമ്മ നോക്കാം, നോക്കിയിട്ട് ശവം കുഴപ്പമില്ല. ഞങ്ങളൊരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് വന്നത് എന്തായാലും കേൾക്കേണ്ടതാണ്. നോക്കാം. ഈ പൊസിഷൻസ് എന്ന് പറയുന്ന സംഭവം ആരും മിസ്യൂസ് ചെയ്യാത്തടത്തോളം കാലം അത് ഓക്കെ ആണ്, മനസ്സിലായോ? അപ്പം അത് ഞാൻ പറയുന്നില്ല. അത് അങ്ങനെ ഓരോ പൊസിഷൻ ഓരോ പവർ ഉണ്ട്. അത് പ്രോപ്പറായിട്ട് അത് ആദ്യം മനസ്സിലാക്കാം. അത് ലീവ് ചെയ്യും. ഞാനിത് ഫോക്കസ് ചെയ്യട്ടെ. ഇത് ഫോക്കസ് ചെയ്തിട്ടില്ല എന്റെ മൈൻഡ് വേറെ എന്തെല്ലോ ആവും. രാജുഭായിനാക്കി ലീഡർ തൊപ്പി, അതില് മാക്കോ റാമ്പോ ഞാനും ഉണ്ടായിട്ട് അതില് ഷെമീറിനെ ആക്കിയത് എന്തേലും കണ്ടിട്ടാവൂലേ? പിന്നെ ഈ രാജുഭായിലെല്ലാം ആക്കും തോന്നുന്നുണ്ടടാ. നിങ്ങൾ എന്തായി പറയും? താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ ദ ഓൾ ദി ബെസ്റ്റ്. ഓല് കോൾ ചെയ്യട്ടെ. എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. നമ്മളത് ഫോക്കസ് ചെയ്ത് കളിക്കാന്നുള്ളതാണ്. ഇങ്ങനൊക്കെ പറഞ്ഞ 15 വരെ അടിച്ചിടുവേ. എനിക്ക് പിങ്ങിടാൻ പറഞ്ഞ നിങ്ങൾ രണ്ടുപേരും പിങ്ങിട്ട് കൊടുക്കണം. എന്റെ അടുത്ത് പിങ് വെച്ചു. ബെറ്റർ ഗ്രാഫിക്സ് കളിക്കുന്നത്. ബെറ്റർ ഗ്രാഫിക്സ് ആണ്. ഞാൻ ചാറ്റ് നോക്കുന്നില്ല. കൊറേ സ്പാം ആക്കല. എവിടെയൊക്കെ വെച്ച വണ്ടി മല കുത്തിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഒരുത്തൻ വന്ന് അവിടെ മുന്നിൽ വണ്ടി ഇറങ്ങണ്ടേ? പയ്യ വരിക. ഒരു വണ്ടി ഇവിടം വരെ വന്നിട്ട് പോയി. അവന്മാര് ഇപ്പൊ ഒരു ടയർ ഓടിക്കാൻ ചാൻസ് ഇട്ടു. അവന്മാർ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ചാൻസ് ഇട്ടു. നമ്മളിവിടെ അവരോട് കുത്തേ രാജുഭായി കുത്തിക്കട്ടെ. നമ്മളെ ടോപ്പ് മല കുത്തിക്കാം. താഴെ ഇവിടെ കുത്തി. നമ്മളെല്ലാം മല കുത്തിച്ച്. നമ്മളെല്ലാം ടോപ്പ് മല കുത്തിച്ച്. ഒരു മിനിറ്റ്. മുന്നിൽ പോയി കുത്തിയതാ. ഇവിടെ നോക്കിക്കൊള്ളാം. ഇവിടെ ഉണ്ടാകാൻ മതി. എന്റെ ചേച്ചി 4 ചുറ്റും ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും. അവന്മാർക്ക് നമ്മളെ ടർഫ് കളിക്കണ പോലെ കളിച്ചോ. നമ്മളെ അങ്കിൾ ഹോൾഡാ.
എടാ ഈ വണ്ടി മറന്നടാ. എടാ കുത്ത് അടിക്കാതെ പ്രഷർ കൊടുത്താ അമ്മ 3-4 വണ്ടി അമ്മ എടുത്തേ 4 വണ്ടി അമ്മ എടുത്തേ അമ്മ ഇങ്ങട്ടെ ടൈപ്പിംഗ് കീപ്പിംഗ് 5 വണ്ടി അമ്മ എടുത്തേ 5 വണ്ടി അമ്മ എടുത്തേ ബൈ. ആ മല തന്നെ അവിടെ മാറില്ല അവിടെ നമ്മളെ ഓ നമ്മളെ മറ്റേ ഷമീർ ഈഗോ ബ്രൂസ് നമ്മളെ വണ്ടിയിലല്ലേ ശേഖേ? അല്ല ഒരു ഡോർ ഇതിലെ പോണ കണ്ടിനു അതിന്റെ ആള് പോയോ കണ്ടില്ല അത് അത് ഇവിടെ ഞാൻ ആ വണ്ടി വരുന്ന കണ്ടപ്പോ അത് കഴിഞ്ഞിട്ടാണ് പോവാൻ ഇറങ്ങിയാന്ന് കരുതിയത് അവളുടെ ഇത് നമ്മളെ വിട്ടതാവും മറ്റേ ബായി പറഞ്ഞു വിട്ടതാ. ഇത് ഭയങ്കര ബോറിംഗ് ആടാ, ഇത് എനിക്ക് കാണൂല. എനിക്ക് ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവിങ് അല്ല കുഴപ്പമില്ല. നീ വീഡിയോ ഇട്ടാ മതി, വാറ് ഇട്ടാ മതി. പെട്ടെന്ന് കാണണമെങ്കിൽ വാറ് ഇട്ടാ റെഡി റെഡി റെഡി. ഓക്കെ എവിടെ എവിടെ ബീസിയുടെ അല്ല ബീസിയുടെ അല്ല ഇവരെ എവിടെ? ബ്രൂസ് എന്താ രാജു ഞാനാ 4 പേരാ റിപ്പയർ പണിയാലോടാ. റെഡി ആയിട്ട് അപ്പൊ അമ്മ പ്രിപ്പയർ ചെയ്യണതോ? ഷമീർ തൊപ്പി ഈഗോ എന്ത് ഈഗോടാ ഈ ചാറ്റ് എന്താ പ്ലാൻ എന്താ? പൊട്ടിക്കാൻ പറ്റുമെന്ന് നോക്കി എല്ലാരും തിരിച്ചു മലവാ, തിരിച്ചു മലവാ, എല്ലാരും തിരിച്ചു മലവാ. കോള തിരിച്ചു മലവാ, തിരിച്ചു മലവാ, തിരിച്ചു വന്ന് കുത്തിച്ചോണം, തിരിച്ചു വന്ന് കുത്തിച്ചോണം. അതോ ആ ടയറിൽ നമ്മളെ ബാക്കിൽ നോക്കുന്നില്ല ചാറ്റ് നോക്കുന്നില്ല. തിരിച്ചാറ് മല കുത്തിക്കാൻ ശ്രമിക്കില്ല, നമ്മളെ മല കുത്തിക്കാൻ ശ്രമിക്കില്ല. ബേക്കിലത്തെ മല നോക്കിയാണ്, ബേക്കിലത്തെ മല നോക്കിയാണ്, വലിയ മല. ഫോണിലടി എനിക്ക് റീലോഡൊക്കെ ചെയ്യും. റിപ്പയറിങ് ടയറൊക്കെ പോയിട്ട് റിപ്പയറിങ് ഇറങ്ങി പെട്ടെന്ന് ഗൺ നിങ്ങളെ ബേക്ക് നോക്കുന്നുണ്ട്, ഈ സൈഡ് ഞാൻ നോക്കുന്നുണ്ട്, ഈ സൈഡ് പറഞ്ഞുതരാം. എടാ ഈ റിഡ്ജ് നോക്കൂ, ഞാൻ ഇവിടെ കുത്തട്ടെ. വേണ്ട ഹോൾഡ് ചെയ്തു
ഇവന്മാര് വീണ്ടും ഈ ഇവിടെ കുത്തിക്കും. അപ്പത്തേക്ക് നമ്മൾ അവിടെ പുഷ് ചെയ്യുമ്പോ അവന്മാര് നമ്മളെ ബാക്കിൽ കുത്തിക്കാനുള്ള പ്ലാൻ. അറിയാതെ എപ്പിടിച്ച് വണ്ടി ഒന്ന് ചാടി കുത്തിക്കാണെങ്കിൽ നമ്മളവിടെ അങ്ങോട്ട് പോണ്ട. അതാ ഞാൻ പറഞ്ഞു. ഡോർ പോയേ വണ്ടിടാ അത് കുഴപ്പമില്ല. ചാടി കൊടുത്ത് രണ്ടുണ്ട് എവിടെ 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 റോഡിൽ 2 വണ്ടി. ഞാൻ പി ഒ റെക്കോർഡാണ് നോക്കാം. ഒറ്റയ്ക്ക് പറഞ്ഞ വണ്ടിയാണെങ്കിൽ ഇക്രു നീ ഇറങ്ങിയ ടയർ പൊട്ടിച്ചു, ധൈര്യമായിട്ട് പൊട്ടിച്ചു. അപ്പൊ നിന്നെ ഇറങ്ങിയാണെങ്കിൽ തിരിച്ചു പോയാൽ ഫ്രിഡ്ജിലുണ്ടേ. ഒരു സംഭവമില്ല, ഒരു പാനിക്കും ഇല്ല. നിന്നു പോയി. നമ്മള് നേരെ പോകുന്നു, നമ്മളെ മല കളിക്കുന്നു. അടുത്ത ഓട്ടം കൂടിയാൻ അമ്മരുന്ന് ഇവിടെ വരട്ടെ. സ്റ്റഡി കളി മാത്രം മതി. ചില്ലായി കളിച്ചാ മതി. ചില്ലാവ് ഞാൻ ഇനിഷ്യലി ഇറങ്ങണേ വരട്ടെ. അവിടെ ഒരു വണ്ടി പോണം. അവനെ പോയി കുത്തുകുത്തിക്ക്, അവനെ പോയി ഫിറ്റ് ചെയ്തിട്ട് അമ്മര് പോകുന്നു നമ്മളെ മല തിരിച്ചെടുക്കണം. നമ്മളെ മലയിൽ പോയിട്ട് നേരെ ഇറങ്ങി. അല്ല മല വേണ്ട അമരുണ്ട് സ്വിച്ച് അടിക്കുക. ഈ മല ഇല്ല ഉണ്ട് അമ്മ ഇവിടെ മൊത്തം റിട്രീറ്റ് ചെയ്ത്. രാജുഭായി ഞാൻ ഇവിടെ കുത്തട്ടെ. എവിടെ ഈ മല കുത്തി ടയർ എടുത്ത് തിരിച്ചു പറഞ്ഞ നമ്മളെ കഴിഞ്ഞ പ്രീവാർ ജയിച്ച നമ്മളെ ഒറ്റയ്ക്ക് ഒരുത്ത കുത്തിച്ചത് ഓർമ്മയുണ്ടോ? ഈ മല കുത്തിച്ച് ഈ മല കുത്തിയാലാ എല്ലാവരും കുത്തിച്ച്. അമ്മര് മണ്ടേ അടിക്കുന്നുണ്ട്. ആ വണ്ടിയെ പണ്ട നമ്മളെ വീഡിയോ ചെയ്യല്ലേ പോലെ. ആ വണ്ടിയെ പണ്ട് കവർ ചെയ്യുന്ന കളിച്ചത് വണ്ടി എടുത്ത് കളിച്ചത് ഇവിടെ ഉണ്ട്. ഈ മല ആളുണ്ട്. വെയിറ്റ് ചെയ്ത് കളിച്ചത് വണ്ടി എടുത്ത് കളി. വന്നാ നമുക്ക് കുത്താം. അടിച്ചോണ്ടിരുന്ന കളിക്കണ്ടാവുക. അമ്മ ഡാമേജ് കൊടുക്കുക. ഞാൻ പ്രശ്നം എടുക്കട്ടെ. ബാക്ക് ടാബ് പോകാൻ പറയില്ല. തിരിച്ചു വന്ന് നമ്മളെ ബ്രിഡ്ജ് വന്ന് തിരിച്ച് പാലത്തിൽ തന്നെ വന്ന് വണ്ടി കോള് കട്ടായില്ലായിരുന്നു. കോള് നിങ്ങൾ കറക്റ്റാണല്ലോ. വണ്ടി കയറാ തിരിച്ച് വണ്ടി കയറ്. വണ്ടി ഒരു വണ്ടി ഇവിടെ ഇട്ടേക്കുന്ന നമ്മുടെ വണ്ടി ഒരാള് അവിടെ രാജുഭായി ഒറ്റ ഉണ്ട്. അവിടെ ഒറ്റ വണ്ടി ഇതാറാ വണ്ടിയൊക്കെ അമ്മ നമ്മളെ കുത്തിക്കുക. ഇപ്പൊ നോക്കിയോളെ. ഇപ്പൊ വണ്ടി കുത്തിക്കും. വെയിറ്റ് ഞാൻ റിപ്പയർ ഡബിൾ രാജുഭായി
ഏതാ എടുക്കലോ ഇതാ ഒറ്റ ഒന്നാണേ ഇവിടെ കുത്തി ഇവിടെ നോക്കിയില്ല ഇവിടെ കുത്തി വണ്ടി എടുത്തിട്ട് തിരിച്ചു തരാം അമ്മ മറ്റേ മല കുത്തിയ തിരിച്ചടിയിടാ എന്നിട്ട് റൂം ഗ്രൂപ്പ് ആവും ഈ നായിന്റെ ഒപ്പം പോയ ഞാനായിരിക്കും ആകെ അടി വാങ്ങ ഈ കുണ്ണപ്പം നിർത്തുന്ന ആൾക്കാരുടെ അടിയില്. രാജുഭായാണെങ്കിൽ സേഫ് ആയിട്ടേ കളിച്ചോളൂ. ഇന്നെ രാജുഭായിന്റെ വണ്ടിയിൽ ഇറക്കിക്ക കുണ്ണെ കൊണ്ടേ അണ്ണാക്കിലിടരുത് തന്നെ. ആ ഇതിലാരൊക്കെയെന്ന് സെനക്സോ ഞാൻ ഇല്ല പേടിയും ഇതൊന്നും അല്ലടാ, നീ കൊണ്ടേ അങ്ങ് ഇടായിരിക്കും. അതാ എടാ ഞാൻ പറഞ്ഞ കോളി വെക്കോ ഒരു വണ്ടി ഇറങ്ങി ഈ വണ്ടി എടുത്താണ് ആ വണ്ടി എടുത്തെടു. അല്ലല്ല അമരില്ലാണ്ടോ ഐജലിന്റെ വണ്ടിയിലാവുമ്പോഴുള്ള സുഖം എന്താ വെച്ചാല് ഐജല് സേഫ് ആക്കിട്ട് വണ്ടി നിർത്തുക. ഇവ ഇങ്ങനെ നോക്കണില്ലേ മണി ഞാനിതാ അവിടെ ഞാൻ ഈ സനക്സിന്റെ വണ്ടിയില സനക്സ് നമ്മളെ വണ്ടി എടുത്തു തിരിച്ചു പിക്ക് ചെയ്യാൻ ഞങ്ങൾക്കൊരു വണ്ടി എടുക്കാം. ഞാൻ രാജുഭായിന്റെ ഒപ്പം പോട്ടെ. നിർത്തിക്കോട്ടെ നിർത്തണറി രാജുഭായി. ഞാനുണ്ട് എവിടെ ഇന്ന രാജുഭായി ഏതാ? നമ്മുടെ ആരും ഡൗൺ ഉണ്ട് കേട്ടോ. 14 പേരെ ഉണ്ട് റേഡിയോയില്. എടാ കുണ്ണാളെ എന്നെ കൊണ്ടുപോ. അല്ല പിന്നെ ഏതിലേലും വിടേ പോയട്ടെ നായിന്റെ മക്കളെ. ആ കണ്ടോ ഈ പുണ്ടച്ചി മോയിന്റെ കൊല്ലു അതാണ്ടാവാൻ പോകുന്നത് കണ്ടോട്ടോ. എല്ലാ ഫിറ്റും വാങ്ങുന്ന വണ്ടിയാണിതേ. ഇതെല്ലാരും ഇറങ്ങി ആദ്യം അടിച്ചിന വണ്ടി തേക്കാരോ ഉറപ്പാ. ഇതിലാണ് ഇന്നെ കേറ്റിരിക്കണത്. തമാശ നല്ലടാ. ഞാൻ സത്യം പറഞ്ഞ ഇവന്മാര് ഫിറ്റ് ചെയ്യുന്ന വണ്ടിയിൽ കൊണ്ടുപോയിട്ട് ഇന്നെ കേറ്റിട്ട് ഇറങ്ങുമ്പോ തന്നെ കൊറേ കുണ്ണാളുണ്ടാവും. മറ്റേ രാജുഭായി എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ സേഫ് ആയിട്ട് കളിക്കുള്ളൂ. നമുക്ക് സേഫ് പ്ലേ ആണ് വേണ്ടത്, ഐക്യ വേണ്ട നമുക്ക്. എന്താ വെച്ചാ ഈ മൗസിന്റെ സെൻസിറ്റിവിറ്റി ഒക്കെ കമ്മിയാ കണ്ടോ. അങ്ങനെ തിരിക്കുമ്പോ പതുക്കെ അല്ലേ തിരിയുന്നുള്ളൂ. ഇവരൊക്കെ മൗസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തിരിക്കുമ്പോ ഫും എന്ന് പറഞ്ഞ് പോകുന്ന മൗസാ. ഇറങ്ങി അടിക്കാം. ഓക്കെ ബ്രോ, ഇവിടെ ഇറങ്ങിയാണ്ട് അടിച്ചാ മതി. എല്ലാ വണ്ടിയും അങ്ങ് മിസൈൽ ഇട്ടാ കൊന്നാലോ എങ്ങനെ ഉണ്ടാവും? അടിയോട്ടാ റെഡി ആവട്ടെ. ചാറ്റ് ചെയ്യാൻ നോക്കുന്നില്ല അല്ലാതെ പ്രശ്നവും. ഞാൻ 2 വണ്ടിയായിട്ട് 2-3 വണ്ടിയായിട്ട് കറക്കുന്നുണ്ട്. 2 എക്സ്ട്രാ പോരുന്നുണ്ട്. അവനിറങ്ങി അടിച്ചോ. റിപ്പയർ ഓണ വണ്ടിനെ പിടിക്കണേ. എല്ലാവരും വണ്ടി കയറി റിപ്പയർ ഓണ വണ്ടിനെ പിടിക്കണം. റിപ്പയർ ഓയ വണ്ടിനെ
റിപ്പയറിന് ഇപ്പൊ പോയ വണ്ടിയില്ലേ അവനെ അടിക്കായിരുന്നു അവന്റെ ടയർ ഒന്നും പോണെങ്കിൽ മതി റിപ്പയർ പോണെങ്കിൽ മതി റിപ്പയർ പോകത്തുള്ളൂ രാജു. അപ്പത്തേക്ക് ഇത്രയും പേര് ഈ വണ്ടി ഇറങ്ങിയാടോ ഒരു വണ്ടി ഇറങ്ങിയടി ഞാൻ ഇവിടെ പിറ്റടാ അത് ആ മറ്റേ പിയോന്റെ റിപ്പയർ തലട്ടെടുക്കല്ലേ അവര് ബാക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഈ വണ്ടി തിരിച്ചിറക്കി ഈ വണ്ടി 4 പേര് തിരിച്ചിറക്കി ഇത് നമ്മളാ ഞാൻ ഇഷ്ടമിങ്ങനെ ഒരു വണ്ടി ഉണ്ടേ അത് പയ്യനാണോ ഞാൻ ആറമറൊക്കെ അവൻ അടിക്കണ്ടടാ. ക്യാമറ ഓഫ് ആക്കുന്നില്ല. ഇന്നിപ്പോ ഇങ്ങനെ മലയുടെ തലയിലുണ്ടായിരുന്നു നമ്മുടെ ലെഫ്റ്റില്. അല്ല 3 4 വണ്ടി. അവരിപ്പോ ഒരു മിസ്റ്റേക്ക് തലപ്പരാന്ത് എടുത്ത് കാണിക്കും. അവരൊന്ന് ഇക്രൂവിന്റെ അവിടെ കാണിക്കും അല്ലെങ്കിൽ നമ്മളെ അവന്റെ അടുത്ത് കാണിക്കും. നമ്മളെ ഇക്രൂവിന് ബാക്കപ്പ് വളഞ്ഞു ഒറ്റക്കല്ലേ നീനുണ്ട് നമ്മള് വളഞ്ഞു കുത്തുമ്പോ നമ്മളെ ബൈക്ക് തന്നെ ഇവിടെ വള്ളി ഇരിക്കാതിരുന്നോ നമുക്ക് എത്ര വിക്കറ്റ് കിട്ടിയാ? നമുക്കൊരു പറയാൻ കിട്ടി. അങ്ങനെയല്ല ഉദ്ദേശിച്ചേ. അവരെത്ര ഡൗൺ ആയി? നമ്മളിൽ ഒരാൾ ഡൗണാ. അവിടെ തന്നെ എനിക്ക് ഡൗൺ അല്ലെങ്കിൽ കത്തിക്ക തോന്നുന്നുണ്ട്. ഇതാരാ അതാ പറഞ്ഞിട്ടുണ്ട്. എഴുതുവിടല്ല ബാക്കിൽ നിന്ന് അതിലൂടെ കുത്തിക്കോ അവന്മാര് കുത്തിക്കോ നമ്മളെ മലവുത്താനാ പറഞ്ഞ എല്ലാരും ഒരു വണ്ടി ലെഫ്റ്റിലോട്ട് പറന്നങ്ങ് പോയേ. ഒരുത്തനെ കുറച്ച് ഡിങ്ക് കൊടുത്തിട്ടുണ്ട്. ശരിക്കും റീലോഡ് സ്കിൻ അടിച്ചേ. നമ്മൾ ചുമ്മാ പോയി പീ കൊടുക്കല്ലേ ഞാൻ നോക്കുന്നു. എടാ രാജുഭായിന്റെ വണ്ടി ഒന്ന് പിക്കാക്കി രാജുഭായിനെ. അല്ല ബ്രൂസ് എന്നോട് ഞാൻ കുത്തട്ടെ ഇവനെ കുത്തട്ടെ എന്റെ കൂടെ ഉള്ള വണ്ടി ഏതാ? ഗണ്ണാമോണ്ട് ഇവിടെ നിർത്തല്ലേ ഞാൻ ആ വണ്ടി വരുന്ന വണ്ടീനായി കുറെ നേരെ അതിന്റെ മുന്നിൽ കാണിക്കുന്നു. നോക്കിയാടി എന്റെ അടിയിട്ടുന്നേ. അല്ല അത് അപ്പുറത്തുനിന്ന് ഒരുത്തൻ രാജുഭായി നമ്മ ചെറിയ നമ്മള് പാനിക്കല്ല നമ്മള് ചില്ലായിട്ട് കളിക്കല്ലേ. അതെ നമുക്ക് ചെറിയൊരു കാണിക്കാൻ വേണമെങ്കിൽ കാണിക്കാം. നമ്മള് 2 കളി നമ്മൾ അങ്ങോട്ടാണ് പോയി അടിച്ചത്. നമുക്കൊരു മല കിട്ടിയിരിക്കല്ലോ നമ്മളതാണ് ഉണ്ടല്ലോ. അഗ്രഷനെ കളിച്ചത് ഒരു കളിയെങ്കിലും അവര് അഗ്രഷൻ കളിക്കട്ടോ. എന്തേത് ഇത് ഹോൾഡിംഗ് പഠിക്കണം. ഈ വണ്ടിയുടെ പറ്റുമെങ്കിൽ റേഞ്ചില്ല ഇവിടെ ഇറങ്ങി അടിച്ചാണ് അവനെ. അടി കളിയവനെ പകറി കുറെ നേരമായി അവനെ. എവിടെ ആള് എനക്ക് കാണുന്നേ ഇല്ല. ഇവന്മാരെ ആരെ അടിക്കുന്ന അടുത്ത പറഞ്ഞ എന്റെ പറ്റിയെ പണ്ട് വരുന്നില്ല. എനിക്ക് തോന്നാ നമ്മളെ ഡൈവേർട്ട് ചെയ്യാൻ നോക്കുന്നേടാ. ജസ്റ്റ് ഫ്രണ്ടോടെ നോക്കണേ. ഇവിടെ കുത്തി അവിടെ കുത്തി അതിനോട് 12 ആറാണ് ഈ കൂമ്പിയാനെ. ആ വണ്ടി അവിടെ കുത്തിച്ചോടാ. ഇപ്പൊ ഈ വണ്ടി 2 വണ്ടി ബേക്ക് ഷാപ്പ് 2 വണ്ടി ബേക്ക് ഷാപ്പ് 2 വണ്ടി ബേക്ക് ഷാപ്പ് 3 വണ്ടി ബേക്ക് ഷാപ്പ് 3 വണ്ടി ബേക്ക് ഷാപ്പ്. അവരെ ഒരുമിച്ച് ബാക്കിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് പുഷ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇങ്ങോട്ട് പ്ലേസിനെ വലിച്ചിട്ട് അവിടെ കുത്താനുള്ള പരിപാടിയാണ്. ഞാൻ ഒരു കാര്യം പറയാം. ഏറ്റവും കൂടുതൽ അവന്മാർ എവിടെ കുത്തിക്കുന്നോ ആ സൈഡ് നമുക്കങ്ങ് പോവാം. റൈറ്റ് പീക്ക് ചെയ്ത് അങ്ങ് കുത്തിച്ചാൽ ഒരു വണ്ടി കുത്തിയ ലെഫ്റ്റ് താഴെ. നിങ്ങളിപ്പോ അവിടെ നിൽക്കുന്നവർക്ക് അടി കിട്ടും. ഒരു വണ്ടി ആ എന്റെ അടുത്തൊരു 3-4 വണ്ടിയെ. എടാ ഇവിടെ നമുക്ക് 5 മിനിറ്റ് കൂടുതൽ ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. നമുക്ക് ഓപ്പോസിറ്റ് മലയിൽ പോവാം. ഈ മലയിൽ പോവാം.
എത്ര ആളതില് ഇവിടെ പിക്ക് ചെയ്യടാ എടാ ഇതില് ഞാനതിനെടാ നാളുകളെ ആദ്യം ഉണ്ടായിന് ഇവിടെ വന്നേ നമുക്ക് നമ്മളെ പ്രീവാർമല പോയ പയ്യൻ പറഞ്ഞു വന്ന് ടോപ്പിക് ടോപ്പ് ഇതാണളിയാ വീട്ടിനോട് അറിയാൻ തിരിച്ചാ ഞാൻ സ്വിച്ചാ വേണേ പഴയതുപോലെ ആ മലയൊക്കെ തിരിച്ച് അല്ലേ പ്രീവാറൊക്കെ നമ്മളയച്ച പ്രീവാർ ഇനീഷ്യലൊക്കെ നമ്മളെ അയച്ചു പെട്ടെന്ന് രീതിയിൽ തീർക്കാൻ ഇനീഷ്യലൊക്കെ ഓരോ ഡൗൺ ഇനീഷ്യൽ ഒരു ഡൗൺ പ്രീവാർ ഒരു ഡൗൺ ഇതിപ്പോ വാറാം മനസ്സിലായോ പാലക്ക രണ്ടാളും കൂടെ കുത്തി കളിയും കൂടെ കുത്തിയായിട്ട് ഞാൻ എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ ഒരു വണ്ടി റെഡി ഇതിന്റെ ലെവൽ കൊള്ളാം വണ്ടി വരട്ടാ കളിയാ അവിടെ ഒരു വണ്ടി മാത്രം ഇതില് ഫാൽക്കണ്ടോ അത് ഇതാണ് അവന് നോക്കണ്ട ഒറ്റ കളിക്കുന്ന പ്ലെയർ ഈ വണ്ടിയിൽ ആരൊക്കെ ഉള്ള മൂന്ന് വണ്ടി ഇവിടെയും ബാക്കിൽ മൂന്ന് വണ്ടി നമ്മളെ മൂന്നേരം ഷെയ്ക്കുണ്ടാ മോനെ ഞാനാണ് ഇതിലെ തുറപ്പിച്ചിട്ട് മനസ്സിലായ അങ്ങനെ ചെയ്യാൻ പ്ലാൻ എന്ത് അറിയോ അതിനൊക്കെ ആദ്യം കയറി അടിച്ചു ഒന്ന് നോക്കണം ഇല്ല ഞാൻ ഡയലോഗ് പറയാത്ത എന്താ പറയാ നാളെ ക്ലിപ്പ് ആവും അതാ പ്രശ്നം ഞാൻ അങ്ങനെ ലാസ്റ്റ് ബുക്കുകൾ പറഞ്ഞു ഞാൻ അങ്ങനെ ആദ്യം ബുക്കുക നാളെ ക്ലിപ്പ് ആവും നിങ്ങൾ സേഫ് ആക്കും നാളെ മനസ്സിലായോ ഞാൻ മൂഞ്ചു വരുന്നിട്ട് ചില്ലായിട്ട് കളിച്ചാൽ മതി ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് പ്രഷറൊന്നുമില്ല എനിക്ക് അങ്ങനെ ടെൻഷനോ അതൊന്നും സത്യം പറഞ്ഞില്ല പക്ഷേ അതാ ഞാൻ കളിയെ മൂട് പോലെ ഇല്ല ചില്ലാവും അത്രേ ഉള്ളൂ ഇതെന്താ ഉമ്മാര് വരാത്തത് അടിച്ചു വേഗം തീർക്കാൻ നോക്കുന്നത് എന്തേലും കാസ്റ്റാ ഒരു ദിവസം ഒരു വാറ് വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ എന്താ പിന്നെ അന്നത്തെ ദിവസം പിന്നെ വേറെ ആർപ്പി ഒന്നും ഇല്ല ഇത് ഉണ്ണ ഈ അടി ഇതിങ്ങനെ കാത്തുക്കണോ അത് എന്ത് ടെൻഷനാടാ ഒരു ടെൻഷനും ഇല്ല ഞാനൊക്കെ ഫുൾ ചില്ലാന്ന് അടാ സീരിയസ് ആയിട്ട് അല്ലാണെങ്കിൽ ടെൻഷൻ അല്ല പടച്ചോനാണെങ്കിൽ ടെൻഷൻ അല്ല ഒരാൾ ക്യാൻ എവിടെ പറയല്ലേ വെട്ടിയിടൂല നമുക്കല്ലെങ്കിൽ ഒരു വണ്ടിയെ ഫോക്കസ് ചെയ്ത് പിറ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് അടിക്കണം ഇറങ്ങി നമ്മക്കാണ് ഇതിന് കോൾ കൊടുക്കാനൊന്നും അറിയില്ല എല്ലാവരുണ്ടെങ്കിൽ പറയുന്നത് ആ വണ്ടീനെ പിറ്റ് ചെയ്ത് നേരെ റിപ്പയർ പോയിട്ട് നമുക്ക് റിപ്പയർ അങ്ങ് കുത്തിച്ച് എടുത്താ നോക്കിയാലോ താങ്ക് യു ഗൈസ് ഇല്ലടാ MRC വേഴ്സസ് BC സെറ്റാ ബ്ലേസ് കാർട്ടൽ സോങ് എന്തോ ബ്ലേസ് കാർട്ടൽ എന്തോ കഴിച്ചില്ല ശരിയല്ല നമ്മൾ 14 പണ്ണാൻ പറ്റും പക്ഷെ നമ്മൾ റിപ്പയർ കുത്തി കഴിഞ്ഞാൽ അമ്മ വളഞ്ഞു കുത്തൂടാ അന്ന് TVനെ കുത്തി ഓർമ്മയുണ്ടോ മനസ്സിലായി അതാണ് നടക്കുന്നത് റിപ്പയറിൽ കുത്തി കഴിഞ്ഞാൽ അമ്മമാര് വളഞ്ഞു കുത്തി വണ്ടി കവർ ഇട്ട് ചുമ്മാ ബോഡി പിടിക്കും മനസ്സിലായി അങ്ങനെ കുഴപ്പമില്ല പ്രഷർ കൊടുക്കാം പക്ഷേ അളിയ നിനക്ക് ഒരു വണ്ടിക്ക് കുത്താൻ പറ്റത്തുള്ളൂ നീ സിംഗിൾ മാൻ അത് തന്നെ അവർക്ക് പ്രഷർ കൊടുക്കണം വണ്ടി ഇറങ്ങുമ്പോ അവർക്ക് എത്ര വേണമെന്ന് അറിയത്തില്ല അവരത് പാനിക് ആവും എന്തായാലും ട്രൈ ചെയ്യുന്നുണ്ടെന്ന് എന്റെ ഡൗട്ട് താഴെ കൂടെ പോകുന്നതാ താഴെ കൂടെ അല്ല ഇതെന്താ 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടി കളിച്ചാൻ പറ്റും 12 മണിക്ക് തുടങ്ങി വെളുപ്പിന് 6 മണിക്ക് ഇങ്ങനെ വാറുണ്ട് മണ്ണന്മാര് അങ്ങോട്ടും ഇങ്ങോട്ടും പിറ്റ് ചെയ്യുന്നു പുതിയില്ലാത്തവന്മാര് 6 മണി വരെയാ വാറ കണ്ടും 3-4 മണിക്കൊക്കെ ചില ഇല്ല DNല്
6 മണിയാ ഓ TRVയും ഇറങ്ങി വരുന്നില്ല. നോർമൽ ഡേ അളിയ. ഞാൻ കാര്യം പറയട്ടെ, നീ അവിടെ ആര് പയ്യൻ വരുന്നത് കല്ലില് നീ കുത്തിക്ക്, എന്നിട്ട് നീ അവിടെ ഇറങ്ങി അടിച്ച് ഒറ്റയ്ക്ക് ഇരുന്ന് അടിച്ചു. അവിടെ മരം അല്ലടാ ഇക്രോ നീ നീ ഇക്രോ ഞാൻ പറയണല്ലോ, നീ ഇവിടെ കല്ല് കുത്തിച്ചിട്ട് നീ ഇറങ്ങി അടിച്ച്, നീ ഒറ്റയ്ക്ക് ഇറങ്ങി അടിച്ചത്. ഫുഡ് ഉണ്ടായിരുന്നു വണ്ടി വെച്ചാ, ഫുഡ് ഉണ്ടായിരുന്നു വണ്ടി വെച്ചാ. അവനെ കുത്തിക്ക് ഫുഡാരും വെച്ചാണ് എന്റെ ഫുഡില്ല. ഇപ്പൊ ഞാൻ ഇക്രോനെ ചുറ്റും കുത്തിക്കാൻ നമുക്ക് left right ആ മല കുറച്ച് തോന വെക്കടാ, നോക്കിക്കോ. ഒന്ന് കുറച്ച് 4-5 എയർ ഉണ്ടെങ്കിൽ മോളിൽ നിന്ന് അടിക്കാൻ നോക്കാം. 4-5 എന്റെ 4 ലെഫ്റ്റ് നോക്കിക്കോളെ, എവിടെ നോക്കിക്കോളെ. വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് 4 പോരെ എനിക്ക്. 4 വീതം വെച്ചിട്ടുണ്ട്. ഷെയ്ക്കെ പള്ള ഇറച്ചി കഴിച്ചോ? ഭയങ്കര വിശപ്പാടാ. ആരോ തുടങ്ങി കൈ പറയും വെച്ചപ്പോ. തോക്കെടുത്തോണ്ട് ഓടിയില്ല. ഇങ്ങോട്ടൊന്നും പയ്യനാടാ. അങ്ങോട്ടൊന്നും ഫ്യൂവല് കമ്മിയാണേ തൽക്കാലം. പോയാലോ അമലയിൽ ആ മല ഒറ്റ പോക്ക് ഒറ്റ അവിടെ അപ്പം തന്നെ ഇറങ്ങിക്കോട്ടെ, കാരണം അവന്മാര് കൂടെ വരും ഇവിടെ. കൊറേ കേട്ടതാ അവിടെ ചെന്നിട്ട് അതേമാതിരി ഇട്ടിന് വരുത്താം. വണ്ടി കുറവാ നമ്മള് കുത്ത് ഫസ്റ്റ് വണ്ടി കുറവാ. മീഡിയമേ എടാ മീഡിയം ഹോൾഡ്. പെട്ടെന്ന് കയറടാ. കണ്ടോണേ എന്റെ ബൈക്ക് കുത്തി അടിച്ചടിച്ചടിച്ച് വണ്ടി നമുക്കറിയണേ ഈ ബലപ്പം പോയാൽ എന്തായാലും നമ്മൾ ഡൗൺ ആവാൻ പോവാന്ന് നമുക്കറിയണേ. ആദ്യം തന്നെ വണ്ടി അടിച്ചിട്ടടാ. പിള്ളേരെ അടിക്കുന്ന നോക്കടാ മോനെ. ജയിച്ചാ വീഡിയോമാ ജീജി ഞാനും പ്രണവും റീലോഡ് അടിച്ച് എല്ലാവരും ഒന്ന് റീലോഡ് സ്കിൻ അടിച്ചിട്ട് ജീജി അതാരാണ്? ആൾഡൗണാ. ഇതെന്താ ഇപ്പടാ? ശേഖരനെ വീഡിയോ ചെയ്ത് ഒന്ന് റീഡ് ചെയ്യാൻ പറ്റത്തില്ലേ? ഇനി വണ്ടി അടിച്ചിട്ടാണ് നമ്മളൊക്കെ ഹെൽത്ത് കമ്മിയായത്. നമ്മളൊക്കെ എന്നെ ഡയറക്റ്റ് വീഡിയോ ചെയ്ത് ഒന്ന്. ആണോ? ആരും ജയജയാ? അല്ല അവന്മാരി അല്ല നീ ജയജയല്ലേ ഇത്? അല്ല DNL. വിളിച്ചടിച്ചിന് എനക്കൊന്നും കാണുന്നില്ല. എന്നെ അവന്മാര് ഒറ്റ ഇടിയിലാണ് തീർത്തത് വണ്ടി ഇട്ട്. പവർഫുൾ വരുവേ.